ഈ കഴിഞ്ഞ ആഴ്ച, വ്യക്തമായി പറഞ്ഞാൽ തിങ്കളാഴ്ച, സുപ്രീം കോടതി വളരെ സുപ്രധാനമായ ഒരു വിധി പറഞ്ഞു. എന്തുകൊണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തില്ല, ഒഴിവാക്കി. അതിന്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. പക്ഷെ ദേശീയ മാധ്യമങ്ങൾ ഒരല്പമൊക്കെ ഈ വിഷയം പരാമർശിക്കുകയും വലിയ ചർച്ചകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ആ വിധി വളരെ കൃത്യമായിട്ട് ഒരു സംസ്ഥാനത്തിന് നൽകിയ ഉപദേശമോ നിർദ്ദേശമോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ അത്ര കാര്യമായ ചർച്ച ചെയ്യാതെ അത് വിട്ടുകളഞ്ഞത്. മറ്റു പല സുപ്രധാന സംഭവങ്ങളും രാജ്യത്ത് നടന്നു, അതിന്റെ പുറകെയൊക്കെ മാധ്യമങ്ങൾ പോവുകയും ചെയ്തു. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ബുദ്ധിപൂർവം ഈ വിഷയത്തിൽ തൊടാതെ മാറി നിന്നു. ആ വിഷയം എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ ഒഴിവാക്കി എന്നുകൂടി പറയാം. സുപ്രീം കോടതിയുടെ വിധി ഇതാണ്. അതായത് കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ ഒരു വലിയ പോര് നടക്കുകയായിരുന്നു. ജവഹർ നവോദയ വിദ്യാലയങ്ങൾ തമിഴ്നാട്ടിൽ സ്ഥാപിക്കുന്നതിനെതിരെ, അതായത് കൃത്യമായി പറഞ്ഞാൽ 9 വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി രംഗത്ത് വന്നു. എന്നാൽ അതിന് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുകയോ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ പ്രാപ്തമാക്കുകയോ ചെയ്യാതെ തമിഴ്നാട് സർക്കാർ വഴുതി മാറി ഉരുണ്ട് കളിച്ചു. ഒടുവിൽ വിഷയം സുപ്രീം കോടതിയിലെത്തി. ഇതിന്റെ കാരണം തമിഴ്നാട് സർക്കാർ ഇത്തരത്തിൽ ഈ നവോദയ വിദ്യാലയങ്ങൾക്ക് എതിരെ നിലപാടെടുത്തത് അവിടെ ത്രിഭാഷാ സംവിധാനം ഉണ്ട് എന്നതുകൊണ്ടാണ്. തമിഴ്നാടിന് ദ്വിഭാഷ മതി, അതായത് ഹിന്ദി വേണ്ട, ഇംഗ്ലീഷും തമിഴും മതി, ഹിന്ദി ഒഴിവാക്കണം എന്നുള്ളതാണ് നിലപാട്. എന്നാൽ കേന്ദ്ര സർക്കാരാകട്ടെ ഇംഗ്ലീഷും ഹിന്ദിയും ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ മാതൃഭാഷ, കേരളത്തിന് മലയാളം, കർണാടകത്തിന് കന്നഡ, തമിഴ്നാട്ടിന് തമിഴ്, ആന്ധ്രയിൽ തെലുങ്ക്, ഇങ്ങനെ ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ അത് അനുവദിക്കാൻ കഴിയില്ല. ഇവിടെ ഹിന്ദി വേണ്ട എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെയും കൂട്ടരുടെയും നിലപാട്. ഈ കടുത്ത ഹിന്ദി വിരോധം കത്തിച്ച് തമിഴ് വികാരം ഇളക്കി വിടാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എടുത്ത നിലപാടും ഈ കേസിലെ വിധിയും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. സ്റ്റാലിന് മുഖമടച്ചുള്ള അടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകും. സുപ്രീം കോടതിയുടെ വാക്കുകളിലേക്ക് ഞാൻ വരാം. സംക്ഷിപ്തമായിട്ട് ആ വിധി പൂർണ്ണമായിട്ടും ഞാൻ വായിക്കുകയല്ല, അത് മലയാളത്തിൽ അതിന്റെ സംക്ഷിപ്തം ഞാൻ വായിക്കാം. എന്റെ ഒരു സുഹൃത്ത് നൽകിയ വിവരമാണ്, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതാണ്. നിങ്ങൾ ഈ രാജ്യത്ത് ഭാഷ ഒരു പ്രശ്നമാക്കരുത്, സുപ്രീം കോടതിയുടെ വാക്കുകളാണ്. ഇതൊരു താക്കീതാണ്, എന്ന് വെച്ചാൽ ഇതൊരു മുന്നറിയിപ്പാണ്. മാന്യമായിട്ട് പറഞ്ഞു, സുപ്രീം കോടതിയെ കൊണ്ട് വടിയെടുപ്പിക്കരുത് എന്നർത്ഥം. തമിഴ്നാട് ഒരു സംസ്ഥാനവും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗവുമാണ്, ഒരു ഭാഷാ കോളനിയല്ല. തമിഴ്നാട് JNV സ്കൂൾ കേസിൽ DMK സർക്കാരിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണിത്. കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും ഉൾപ്പെട്ട ഒരു പ്രധാന വിധിയിൽ തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരും സംസ്ഥാനത്ത് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ JNV സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കണം. ആ വ്യവഹാരം മുൻപിൽ വെച്ചുകൊണ്ട് സുപ്രീം കോടതി പറയുകയാണ്, നിങ്ങൾ തമ്മിലുള്ള കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അല്ലാതെ അനാവശ്യമായി ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കരുത്, ഒരു സംസ്ഥാനത്തെ വെറും ഒരു ഭാഷാ കോളനിയാക്കി മാറ്റരുത് എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. തമിഴ്നാട്ടിലെ ഓരോ ജില്ലയിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഭൂമിയുടെ വിസ്തൃതി വിലയിരുത്തണം. തമിഴ്നാട്ടിലെ അധികാരികളോട്, ഭരണകൂടത്തോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർദ്ദേശം വെച്ചത്, ഈ കേസിൽ വിധി പറഞ്ഞത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. തമിഴ്നാട് സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ P വിൽസൺ ആണ് ഹാജരായത്. അദ്ദേഹം ഈ JNV വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ അതിരൂക്ഷമായ എതിർപ്പാണ് അവിടെ ആവർത്തിച്ചത്. തമിഴ്നാട് സർക്കാർ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കോടതി തൂക്കിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് സുപ്രീം കോടതിയിൽ കണ്ടത്.
എന്തായാലും ജെഎൻവികൾ ത്രിഭാഷാ ഫോർമുല പിന്തുടരുന്നുണ്ട്. ഇത് തമിഴ്നാടിന്റെ നിയമപരമായ ദ്വിഭാഷാ നയത്തിന് വിരുദ്ധമാണ് എന്നാണ് പി വിൽസൺ കോടതിയിൽ വാദിച്ചത്. നോക്കൂ, ഈ തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണോ? ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഫെഡറൽ സംവിധാനം അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് രൂപീകൃതമായ ഇന്ത്യൻ യൂണിയൻ എന്ന ആ മഹാരാഷ്ട്രത്തിന്റെ കീഴിൽ വരുന്ന കേവലം ഒരു സംസ്ഥാനം മാത്രമല്ലേ തമിഴ്നാട്? തമിഴ് ഭാഷ സംരക്ഷിച്ചുകൊള്ളൂ, സന്തോഷമേ ഉള്ളൂ. തമിഴ് ഭാഷയുടെ പാരമ്പര്യത്തെയും അതിന്റെ മഹിമയെയും ഒന്നും ആരും കുറച്ചു കാണുന്നില്ല. ഇതാ ഉത്തരേന്ത്യയിൽ ഹിന്ദിയുടെ വിളനിലമായ യുപിയിൽ തമിഴ് ഭാഷ പഠിക്കാൻ സർവകലാശാലകളിൽ പുതിയ സംവിധാനം അവിടെ യോഗി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ തമിഴ്നാട്ടിലെ സെങ്കോലാണ് നെഹ്റു എടുത്ത് ഇന്ത്യൻ മ്യൂസിയത്തിന്റെ അടുക്കളയിൽ ഉപേക്ഷിച്ചിരുന്ന സെങ്കോലാണ് എടുത്ത് ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി സ്ഥാപിച്ചത്. ഇനിയും തമിഴ് ഭാഷയോട് ഉത്തരേന്ത്യൻ ജനത, ബിജെപി, കേന്ദ്ര സർക്കാർ ഒക്കെ വിരുദ്ധമായ മനോഭാവം, തമിഴ് ഭാഷയും സംസ്കാരത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഇനിയും ഉന്നയിച്ചാൽ അത് നിലനിൽക്കില്ല. തമിഴ് മക്കൾ വിഡ്ഢികളല്ല എന്ന് എം.കെ. സ്റ്റാലിൻ തിരിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ത്രിഭാഷാ ഫോർമുല സ്വീകരിക്കേണ്ടി വരും. നിങ്ങളുടെ ദ്വിഭാഷാ നയം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് സുപ്രീം കോടതി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി പറയുന്നത് ജെഎൻവികൾ പിന്തുടരുന്ന ത്രിഭാഷാ ഫോർമുലയ്ക്ക് പകരം ദ്വിഭാഷാ നയം പാലിക്കുന്നത് ഉൾപ്പെടെ സംസ്ഥാനം കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് നിയന്ത്രിത നിബന്ധനകൾ വച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ്. അത് എന്ന് മാത്രമല്ല, ത്രിഭാഷ വിഷയത്തിൽ ഭാഷ പ്രശ്നമാക്കി മാറ്റരുത്. ഈ ഫോർമുല വിജ്ഞാനത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കാണണം. സുപ്രീം കോടതി തുടരുന്നു, നമ്മൾ ഒരു ഫെഡറൽ സമൂഹമാണ്. അതോടൊപ്പം നിങ്ങൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അവിഭാജ്യ ഘടകമാണ്. തമിഴ്നാട് ഓർക്കേണ്ടതാണത്. സംയമനം പുലർത്തി നിങ്ങൾ ഒരു പടി മുന്നോട്ട് വന്നാൽ കേന്ദ്ര സർക്കാരും ഒരു പടി മുന്നോട്ട് വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ബലം പിടിച്ചാൽ കേന്ദ്രം അതിനേക്കാൾ വലിയ ബലം പിടിക്കും. അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും എന്നാണ് സുപ്രീം കോടതി പറയാതെ പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കൂടിയാലോചനകൾക്കിടയിൽ ഉന്നയിക്കും. ഇത് സംബന്ധിച്ച മറ്റെന്തു പ്രശ്നമുണ്ടെങ്കിലും അത് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിക്കാം. കേന്ദ്രം അത് പരിഗണിക്കും. ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കുന്നു. കൂടിയാലോചന പ്രക്രിയയിൽ ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ഇരുപക്ഷത്തിനും വിശദമായി ചർച്ച ചെയ്യാമെന്ന് ജസ്റ്റിസ് ആർ മഹാദേവനും കൂട്ടിച്ചേർക്കുന്നു. ഇതിനേക്കാളും നല്ലൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരാനില്ല. സ്റ്റാലിനെ കാലെ തൂക്കി നിലത്തടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ തമിഴ് വികാരം, വൃത്തികെട്ട രാഷ്ട്രീയം, ദ്രാവിഡ പൊളിറ്റിക്സ് കളിച്ച് തമിഴ്നാടിനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്റ്റാലിൻ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ സ്റ്റാലിന്റെ രാഷ്ട്രീയ മോഹങ്ങൾ, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ ആർത്തി, അത് തമിഴ് ജനതയെ മാത്രമല്ല തമിഴ് പാരമ്പര്യത്തെയും തമിഴ് സംസ്കാരത്തെയും നശിപ്പിക്കുമെന്ന് തീർച്ചയാണ്. മറിച്ച് കപ്പലോട്ടിയ തമിഴന്റെ പാരമ്പര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഭാഷാപരമായ വികലമായ ചിന്തകൾ എടുത്തു മാറ്റിവെച്ചിട്ട് ഇന്ത്യൻ ദേശീയതയ്ക്ക്, ഇന്ത്യൻ റിപ്പബ്ലിക്കിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഭാഷകൾ പഠിക്കട്ടെ. പക്ഷേ നമ്മുടെ രാഷ്ട്രഭാഷയെയും മാതൃഭാഷയെയും ഒരുപോലെ സ്വീകരിക്കണം, തള്ളിക്കളയരുത്. അമ്മയുടെ മുലപ്പാലിന് തുല്യമാണ് മാതൃഭാഷ, ഒപ്പം രാഷ്ട്രഭാഷയും. അത് നമ്മൾ മറക്കരുത്. തമിഴ്നാടിന് ഏറ്റവും നല്ല ഗുണപാഠമാണ് ഈ ഒരു വിധിയിലൂടെ കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് കരുതാം. ഇനി കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത് മറന്നു, അല്ലെങ്കിൽ ഇത് ഒളിച്ചു വെച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. കട്ടിംഗ് സൗത്ത് നടത്തി കേരളത്തെയും തമിഴ്നാടിനെയും ആന്ധ്രയെയും കർണാടകയെയും ഒക്കെ ഇന്ത്യ മഹാരാഷ്ട്ര രാജ്യത്ത് നിന്ന് വിഭജിച്ച് ഒരു പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കാൻ വൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ചില മാധ്യമ
മാധ്യമ പുങ്കവന്മാർ ഇവിടത്തെ മാധ്യമങ്ങളെ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്? ഇത് കേരളത്തിൽ ഒരു കാലത്തും ചർച്ചയാകില്ല എന്ന് തീർച്ചയാണ്. കാരണം ഇവിടത്തെ മാധ്യമങ്ങൾ പക്ഷം പിടിക്കുന്നു. അത് നേരിന്റെ പക്ഷമല്ല, അത് സത്യത്തിന്റെ പക്ഷമല്ല, അത് ധർമ്മത്തിന്റെ പക്ഷമല്ല, മറിച്ച് അത് ഇടതിന്റെ, ഈ രാജ്യത്തെ വെട്ടുമുറിക്കാനുള്ള, ഈ രാജ്യത്തെ കഷ്ണം കഷ്ണമാക്കി മാറ്റാനുള്ള തുക്കടെ ഗ്യാങ്ങിന്റെ പക്ഷമാണ്. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ അയൽവക്കത്ത് തക്കം പാർത്തിരിക്കുന്ന ശൃഗാലന്മാരുടെ തന്ത്രമാണ്, പക്ഷമാണ് അവർ പിന്തുടരുന്നത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയണം. അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ വിഷയത്തിൽ, അതായത് നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി ചർച്ച ചെയ്യാതെ കേരളത്തിലെ മാധ്യമങ്ങൾ വിട്ടുകളഞ്ഞത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണെന്ന് കൂടി നാം തിരിച്ചറിയണം.